ഈ ഒരു അമല് ചെയ്താൽ നിന്റെ പരിപൂർണമായി കടങ്ങൾ വീടും. തങ്ങളെ, ഞാൻ ഈ അമല് ഏറ്റെടുത്തു, എന്റെ കടങ്ങൾ വീടാനുള്ള ത്വര്യക്ക് ഒരു വഴി എനിക്ക് തുറന്നു കിട്ടി. ഇത് വലിയ മുജറബായിട്ടുള്ള അമലാണ്. ധാരാളം ആളുകൾ സ്വീകരിച്ചവർക്ക് റിസൾട്ട് കിട്ടിയ അമലാണ്. ധാരാളം അനുഭവസ്ഥർ ഈ അമലിന്റെ പിറകെയുണ്ട്. മഹത്തുക്കളായ ബദർശുഹദാക്കളുടെ ഹഖ് ബർക്കത്തുകൊണ്ട് നിന്റെ സകല കടങ്ങളും വീടണ്ടേ? ഈ അമൽ ഒന്ന് ചെയ്തു നോക്ക്. അല്ലാഹു തരട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കടമില്ലാത്തവർ ആരുമില്ല. എല്ലാവരിലുണ്ട് കടങ്ങൾ. വീടെടുത്ത കടം, മക്കളെ കെട്ടിച്ച കടം, ഭൂമി വാങ്ങിയ കടം, ബിസിനസ്സിലിട്ട കടം, കച്ചവടം തുടങ്ങിയ കടം, അങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മെ സമീപിക്കുന്നവരുണ്ട്. അമലുകൾ സ്വീകരിച്ചു റാഹത്തായവരുണ്ട്. കടമാണ് പ്രശ്നം. ധാരാളം ആളുകൾ സങ്കടം പറയുന്നതും ഈ കടത്തിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. കടങ്ങൾ വീടാൻ ധാരാളം അമലുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒറ്റ രൂപ നാണയത്തിൻ്റെ ഒരു അമല് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള അമലാണ്. ധാരാളം ആളുകൾക്ക് സ്വീകരിച്ച് റിസൾട്ട് ലഭിച്ചൊരു അമലാണ്. വെറും 313 രൂപ കൊണ്ട്. അത് നോട്ടാവാം, നാണയമാവാം. അതിൽ 13 രൂപയിൽ 3 രൂപ നാണയമായിരിക്കണം. അതായത് 310 രൂപ എടുത്ത് അതിലേക്ക് 3 രൂപ നാണയം കൂടി വെക്കാം, ഓരോ രൂപ കോയിൻ. അങ്ങനെ 313 രൂപ എടുക്കുക. അതുകൊണ്ടുള്ളൊരു അമലാണ് നമ്മൾ പറയുന്നത്. സ്വീകരിച്ചവർക്കൊക്കെ റിസൾട്ട് ലഭിച്ച അമലാണ്. എൻ്റെ മുഅ്മിനീങ്ങൾ, ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ ഉത്തരം ലഭിക്കും. വലിയ മുജറബായിട്ടുള്ളൊരു അമലാണ്. സ്വീകരിക്കാനും അമൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അമലുകളൊക്കെ സ്വീകരിക്കുന്നവർ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ മജ്ലിസിനെ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഒരു അൽഹംദുലില്ലാ എന്നൊരു കമൻറ്റ് ഇൻഷാ അല്ലാഹ് രേഖപ്പെടുത്താം. മറ്റുള്ള മുഅ്മിനീങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം വലിയ പ്രയാസത്തിലുള്ള കടം കൊണ്ട് ബുദ്ധിമുട്ടായ ധാരാളം ആളുകളുണ്ട്. അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അവർ ഈ അമല് ചെയ്യട്ടെ, അവരെ പ്രയാസങ്ങൾ ഈ അമല് കൊണ്ട് നീങ്ങട്ടെ എന്നുള്ളൊരു നല്ലൊരു നിയ്യത്തോടുകൂടി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിൽ കാണാനുള്ള അവസരം ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ, തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പൈശാചികമായിട്ടുള്ള പ്രയാസത്തിലാണ് ജീവിതം തള്ളി നീക്കുന്നത്. സിഹർ സംബന്ധമായ പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വലിയ ബുദ്ധിമുട്ടിലും വലിയ അടങ്ങേറിലാണ്. ഇതൊന്ന് കരകയറാൻ, ഇതൊന്ന് വലിയൊരു മോചനം ലഭിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിളിച്ച് സൊല്യൂഷൻ ആവശ്യത്തിന് വിളിക്കുന്നവർ, ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ, ഇൻഷാ അല്ലാഹ് ഇനി നേരിൽ കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാം. ഒരാഴ്ച മുമ്പെങ്കിലും ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഓരോരോ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ധാരാളം ആളുകൾ ഓൾറെഡി ബുക്കിംഗ് ആവാറുണ്ട്. അതുകൊണ്ട് ഒരാഴ്ച മുമ്പെങ്കിലും ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരേണ്ട ഒരു ദിവസവും പറയും, സമയവും നിങ്ങളോട് പറയും, വഴിയും നിങ്ങളോട് പറയും. നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും അള്ളാഹു ഇനി തീർത്ത് ജീവിതത്തിൽ ഖൈർ ഞങ്ങൾക്ക് ഇനി അടുപ്പിക്കണം. അല്ലാഹ് ഷെറിൻ്റെ കവാടങ്ങൾ ഞങ്ങളെ കൊള്ള നീ അടക്കപ്പെടണേ തമ്പുരാനെ, നീ അടക്കപ്പെടണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമല്? ഈ അമല് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നിക്ക് സുബ്ഹിൻ്റെ സമയം, പ്രഭാത സമയം, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ മഗ്രിബിൻ്റെ ശേഷം വുളുഓടുകൂടി നല്ല സുഗന്ധമൊക്കെ ഉപയോഗിച്ച് 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിൻ്റെ ആവശ്യ നിർവഹണത്തിൻ്റെ 2 റക്അത്ത് നിസ്കാരം. ഇതെല്ലാ അമലും പറയുമ്പോൾ നമ്മൾ പലപ്പോഴായി പറയാറുണ്ട്. എന്താണ് നിങ്ങളെ ആവശ്യ നിർവഹണത്തിൻ്റെ
ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരം. നമ്മൾ ആവശ്യങ്ങൾ നിറവേറി കിട്ടണം, ഈ അമൽ കൊണ്ട് നമ്മളെ കാര്യം നടന്നു കിട്ടണം എന്നൊരു നിയ്യത്തോടു കൂടി 2 റക്അത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മൾ സുജൂദ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം നല്ല വൃത്തിയുള്ള നല്ല സ്ഥലത്തിരുന്ന് ഒരു വൃത്തിയുള്ള ഒരു വെള്ള തുണി എടുക്കുക. വെള്ള തുണി എടുത്തിട്ടുണ്ട്. തുണി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 313 രൂപ വെക്കുക. മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ പേരിൽ ഒരു 313, അതേ ഒരു നിയ്യത്തിനോടുകൂടി ഒരു 313 രൂപ വെക്കുക. മഹാന്മാരായ ബദർ ശുഹദാക്കൾക്ക് വലിയ കറാമത്തുണ്ട്. മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ പണത്തിന്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ സകല കടങ്ങളും, ലക്ഷങ്ങൾ കടണ്ട്, ആയിരങ്ങൾ കടണ്ട്, 10,000 കടണ്ട്, അതൊക്കെ വീഴണം എന്ന നിയ്യത്തോടുകൂടി വെള്ള പൊതിയിൽ വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 11 ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കാം. പിന്നീട് ഒരു 10 സ്വലാത്ത്, നിങ്ങൾക്കറിയുന്ന സ്വലാത്ത്. ഞാൻ നിങ്ങളോട് ചൊല്ലാൻ പറയുന്നത് നാരിയത്ത് സ്വലാത്താണ്. നാരിയത്ത് സ്വലാത്ത് അറിയില്ല തങ്ങളെ, നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ചെറിയ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാം. നിങ്ങൾക്കറിയുന്ന സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ അറിയുന്നവർ നാരിയത്ത് സ്വലാത്ത് ചൊല്ലാം. പിന്നെ നിങ്ങൾ മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ പേരിൽ ഒരു 3 യാസീൻ ഓരോ മുബീനത്തുമ്പയും ഈ പണത്തിലേക്ക് മന്ത്രിക്കാം. ഈ 313 രൂപയിൽ മന്ത്രിക്കാം. മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് എൻ്റെ സകല കടങ്ങളും അല്ലാഹു വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. അവർക്ക് കറാമത്തില്ല നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? മഹാന്മാരായ ബദരീങ്ങൾക്ക് കറാമത്തില്ല നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ ഒരിക്കലും പറ്റൂല. ഇൻഷാ അല്ലാഹ് അവരുടെ കറാമത്ത് കൊണ്ട് നമ്മുടെ സകല കടങ്ങളും വീടും. ഈ ഒരു അമല് ചെയ്ത് ഈ രൂപം കയ്യിൽ പിടിച്ചിരുന്നാൽ പോരാ, അപ്പോഴായിരിക്കും മഹാന്മാരുടെ കറാമത്ത് കൊണ്ട് നമുക്ക് എന്ത് തുറക്കുന്നത്? നല്ലൊരു ജോലി നമുക്ക് വന്നു കിട്ടും, വരുമാന സ്രോതസ് വന്നു കിട്ടും. അതോടുകൂടി നമ്മളെ കടങ്ങൾ വീടും. അല്ലാതെ ആകാശത്ത് നിന്ന് അല്ലാഹു പണം ഇറക്കി തരുമെന്ന് നമ്മൾ ഈ അമല് കൊണ്ട് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. പണിക്ക് പോവാതെ ഈ അമലും ചെയ്ത് വീട്ടിലിരുന്നാൽ കാര്യമില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ അമല് ചെയ്താൽ നമുക്ക് നല്ലൊരു ജോലി, വരുമാന സ്രോതസ് നമുക്ക് കിട്ടും. അപ്പോഴേക്കാരും ഗൾഫിൽ നിന്ന് ഒരു പേപ്പർ വന്നിട്ടുണ്ട്, നല്ല ജോലിയാണ്, മൂത്താപ്പാന്റെ മോനെ അയച്ചതാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അയച്ചതാണ്, അയൽവാസിൽ നിന്ന് അയച്ചതാണ്. അപ്പോഴായിരിക്കും പോയി നോക്കുന്നത്, അവിടെയായിരിക്കും അവൻ്റെ തലവര തെളിയുന്നത്. കാരണം എന്താണ്? നമ്മൾ ഈ അമല് ചെയ്തു വെച്ചിരുന്നു. എത്ര ആളുകളാണ് എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ ഒരു ഹൈറായ ജോലി കിട്ടി, എൻ്റെ കടങ്ങൾ വിടാൻ ഈ ജോലി മതിയാവണം, അതിന് വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. ഓരോരോ ക്ലിപ്പുകൾ ഇവിടെ വന്നുകൊണ്ട് സന്തോഷം പറയുന്നവരുടെ ഓരോരോ ക്ലിപ്പുകൾ നമ്മൾ ചെയ്യാത്തത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള നിലക്കാണ്. പിന്നെ സിഹറിൻ്റെ നമ്മൾ ചെയ്തത്, സിഹറിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അവർ ഈ അമല് ചെയ്തിട്ട് അവർക്ക് ആ അമല് വലിയ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള നിലക്കാണ് കുറേ ചെയ്ത് പരാജയപ്പെട്ടവരുണ്ട്. ഇതും കൂടി ഒന്ന് ചെയ്ത് വിജയിക്കട്ടെ എന്നുള്ള നിലക്കാണ് നമ്മൾ ആ അമല് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഇതിലേക്ക് ബദർ ശുഹദാക്കളുടെ പേരിൽ 3 യാസീൻ ഓതി മന്ത്രിക്കുക. പിന്നെ സൂറത്തുൽ വാഖിയ, കടങ്ങൾ വീടാൻ, ദാരിദ്ര്യം നീങ്ങാൻ. സൂറത്തുൽ വാഖിയോളം മറ്റൊരു സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലില്ല. അതുകൊണ്ട് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാം, അതിലേക്ക് മന്ത്രിക്കാം, പരിപൂർണമായി ഓതി മന്ത്രിക്കാം. ഇങ്ങനെ തുടർച്ചയായി ഇനി വാഖിയ ഓതാൻ അറിയാത്തവർ അതിലുള്ള ഒരു 33-ാമത്തെ ആയത്തുണ്ട്, ആ ആയത്തിനെ 11 പ്രാവശ്യം ഓതി ഇതിലേക്ക് മന്ത്രിക്കാം. പരിപൂർണമായി ഓതലാണ് ഏറ്റവും ഖൈർ, റാഹത്ത്. അതിനൊന്നും സമയമില്ലെങ്കിൽ വാഖിയയിലെ 33-ാമത്തെ ആയത്ത് ഓതി 11 പ്രാവശ്യം ഓതി ഇതിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് ആ ശീല, ആ ഒരു തുണി കെട്ടി ഭദ്രമായി വെക്കാം. നമ്മൾ അലമാരയിലോ നമ്മൾ കിടക്കുന്ന സ്ഥലത്തോ എവിടെയെങ്കിലും വെക്കാം, ഭദ്രമായി വെക്കാം. 2ാമത്തെ ദിവസം ഇതെടുക്കുക, കെട്ടയിക്ക് ഇതുപോലെ തന്നെ ഓതുക. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഓതുക. ഒരു ആവർത്തന വിരസതയാവും എന്നുള്ള നിലക്കാണ് ഞാൻ പറയാത്തത്. അതുപോലെ തന്നെ ഓതുക. അങ്ങനെ 11 ദിവസം തുടർച്ചയായി ഓതിയതിനു ശേഷം ഇതുപോലെ കെട്ടിയിട്ട്
മഹാന്മാരായ ബദർ ശുഹദാക്കളെ പേരിൽ ഈ രൂപ നേർച്ചയാക്കുക. ബദരീങ്ങളെ ആണ്ട് കഴിക്കുന്ന പള്ളികളുണ്ടാകും, മദ്രസകളുണ്ടാവും, അവിടത്തേക്ക് ഈ രൂപം അതുപോലെ കെട്ടി നേർച്ചയാക്കുക. അങ്ങനെ നീ ചെയ്താൽ 11 ദിവസം കഴിഞ്ഞിട്ട് നീ ചെയ്താൽ നിന്റെ സകല കടങ്ങളും വീടും. ഇതൊരു മുജറബായിട്ടുള്ള അമലാണ്. മഹാന്മാരായ ബദർ ശുഹദാക്കളെ കാവല് കൊണ്ട് നമ്മളെ സകല പ്രയാസങ്ങൾ അല്ലാഹുവേ നീക്കിത്തരണേ തമ്പുരാനെ. ജീവിതത്തിൽ ഖൈറ് നീ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹുവേ. ഞങ്ങളെ സകല കടങ്ങളും വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി തരണേ അല്ലാഹ്. ഈ അമല് കൊണ്ട് ഞങ്ങളെ സകല കടങ്ങളും അല്ലാഹുവേ നീ വീട്ടിത്തരണേ തമ്പുരാനെ, നീ വീട്ടിത്തരണേ അല്ലാഹ്. ധാരാളം ആളുകൾ സങ്കടം പറഞ്ഞതുകൊണ്ടാണ് ഈ അമല് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്ക്, വലിയ റിസൾട്ട് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്തിച്ചു കൊടുക്കുക, അവരും ചെയ്യട്ടെ, അമലിനെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇശലിൻ്റെ രാപ്പകൽ നൃത്തമാടി മയിൽ പോലെ ഹൃത്തില്ലനൂരാഗ രാഗം പാടി കുയിൽ